നമസ്കാരം. എൻ്റെ പേര് ജയേഷ് എന്നാണ്. എൻ്റെ നാട് കൊല്ലമാണ്. കൊല്ലം പൂയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഒരു എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഒക്കുപേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഞാൻ മാൽദീവ്സിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ കണ്ണിനൊരു പ്രോബ്ലം വന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഓൾഡ് ESR എന്ന് പറയുന്നത്, അതായത് നീർക്കെട്ട് പോലെ കണ്ണിൻ്റെ വെയിനിലുണ്ടാകുകയും അങ്ങനെ ഞാൻ അവിടുന്ന് വരികയും ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അതിലൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്നെ പഠിപ്പിച്ച എന്നെ ഒരു സാറ്, രതീഷ് എന്ന് പറയും, ആറ്റിങ്ങിലുള്ളതാണ് സാറ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് സുദർശനം എന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്പർ തരികയും അങ്ങനെ ഞാൻ ഇവിടെ ഡോക്ടറുമായിട്ട് ഡോക്ടർ ഗോകുലൻ സാറിനെ ഞാൻ ബന്ധപ്പെടുകയും സാറുമായിട്ട് സംസാരിച്ചു. സാർ എന്നോട് ഇവിടെ വരാൻ പറയുകയും അങ്ങനെ ഞാനിവിടെ വന്നു. ഞാനൊരു 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തു. ഞാനിവിടെ വരുമ്പോൾ എനിക്കിങ്ങനെ റൈറ്റ് ഐലൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു വിഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ 8 ദിവസം ഇവിടെ എന്നോട് സാർ പറഞ്ഞു, ഇവിടെ 8 ദിവസം നിൽക്കണം, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ അത് 8 ദിവസം ഇവിടെ ചെയ്തു. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ നിന്ന്. ഇന്ന് ഡോക്ടർ വീണ്ടും എൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കത് വായിക്കാൻ സാധിക്കുകയും എന്നാലും ഡോക്ടർ കുറച്ച് നിർദ്ദേശങ്ങളോടെ എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് ഒരു ഹോസ്പിറ്റൽ വന്ന ഒരു ഫീലല്ല എനിക്ക് കിട്ടിയത്. എനിക്കൊരു എന്താ പറയുക, നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു മഠത്തിൽ പോകുന്നതോ ഒരു ആശ്രമത്തിൽ പോകുന്നതോ അതേപോലെ ഉള്ള ഒരു കെയറിങ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയത്. ഈവൻ ഫുഡായാലും സ്റ്റാഫായാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാം ഒത്തിരി പേര് വളരെയധികം എനിക്ക് ഒരുപാട് ഞാൻ മനസ്സിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി വളരെ സന്തോഷമുണ്ട്. ഇനിയും എനിക്കൊരു 3 months 2 months കഴിയുമ്പോഴത്തേക്ക് വരണം എന്നാണ് ഡോക്ടറിനോട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ വരും. ഇതിനു മുന്നേ ഇത് കാണിച്ചിരുന്ന ഒരു ഹോസ്പിറ്റൽ എന്നോട് പറഞ്ഞത് ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇനി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇത് ഡിലേ ആയി, ഓൾറെഡി ലേറ്റ് ആയി പോയത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ മധുരയിലോ തിരുനെൽവേലിയിലോ അരവിന്ദ് ഹോസ്പിറ്റലിലോ മറ്റോ പോയിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു റെഫറൻസ് ലെറ്ററും തന്നിരുന്നു. പക്ഷേ ജോലി കാരണങ്ങളൊക്കെ കൊണ്ട് എനിക്ക് എന്തോ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സുദർശനം ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് അറിവ് കിട്ടുന്നത്. സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ തിരുവല്ല മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെയാണ് ഇവിടെ ഞാൻ എത്തിപ്പെടുന്നതും എൻ്റെ 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായതും ഞാൻ തികച്ചും സന്തോഷവാനാണ്. താങ്ക് യു. നന്ദി.